ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രോളിംഗ് നിരോധനമൊക്കെ ആണല്ലേ, മീൻ കിട്ടാനുമില്ല. എങ്കിൽ മീനില്ലാതെ മീൻകറിയുടെ അതേ രുചിയിൽ കോവയ്ക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ശേഷം 2 പിടി തേങ്ങ, 3 ചെറിയ ചുവന്നുള്ളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 അല്ലി കറിവേപ്പിൻ്റെ ഇല, 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു പിടി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇവയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ശേഷം 5 ചെറിയ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ഇവയെല്ലാം നന്നായി വഴണ്ടു വന്ന ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോൾ കോവയ്ക്ക് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ടാകും. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്ത് കറിക്ക് ആവശ്യമായ വെള്ളം ഇനി ഇതിലേക്ക് 1 കമ്പ് പുളി വെള്ളത്തോടു കൂടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി കറി വറുത്തിടാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 5-8 മണി ഉലുവ നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ചെറിയ ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി കറിവേപ്പിൻ്റെ ഇലയും ഒരു പിഞ്ച് മുളക് പൊടിയും ഇട്ട് ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഈ മിക്സ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറിയുടെ അതേ രുചിയിലുള്ള കോവയ്ക്ക കൊണ്ടുള്ള ഈ ഒഴിച്ചുകറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബായ്.